കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കെട്ടുകഴിഞ്ഞതിന് ശേഷം കല്യാണി മേഘനയും കൂടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം മേഘനയോട് കല്യാണി പറഞ്ഞു, ഇപ്പം മേഘനയുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറിയില്ലേ നിൽക്കും. സങ്കടങ്ങളൊക്കെ മാറി. പക്ഷെങ്കില് ആ വരന്റെ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അത് കാണാൻ സാധിച്ചില്ലോ എന്ന് പറയാം. ഈ സമയം കല്യാണി പറഞ്ഞു, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, അവര് ഇവിടുത്തെ സ്റ്റൈലല്ല, വടക്കേന്ത്യ സ്റ്റൈലാന്ന് തോന്നുക, അതുകൊണ്ടല്ലേ മുഖം ഒന്നും കാണിക്കാതിരിക്കുന്നത്. എപ്പോഴെങ്കിലും വഴിയിലാണെങ്കിലും വെച്ച് കാണാന്ന് പറയാൻ ശരിയാ, അത് മാത്രമേ എനിക്കൊരു ആശ്വാസമുള്ളൂ. പക്ഷെങ്കിൽ ഈ കല്യാണം കൂടാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. കല്യാണം ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ മിക്കവാറും ഞാൻ ആകെപ്പാടെ തടന്നു പോകാനെന്ന് പറയാം. അതൊന്നും ഓർത്ത് ഇനി വിഷമിക്കേണ്ട വാന്നും പറഞ്ഞുകൊണ്ട് മേഘനയും കൂട്ടി കല്യാണം നേരെ പോവാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രാഹുലിന് സമാധാനമായി, രക്ഷപ്പെട്ടു. ഇനിയിപ്പം പേടിക്കാൻ നിൽക്കുക, എങ്ങാനും അവളെങ്ങാനും അകത്തേക്ക് കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അതോടുകൂടി എല്ലാം തീർന്നേനം എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മനോഹറാണ് കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല, പച്ചയ്ക്ക് വലിച്ചു കയറുള്ളൂ എന്നൊരു ചിന്തയൊക്കെ രാഹുലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് രാഹുൽ അകത്തേക്ക് ഇല്ലുവാണ്. ഈ സമയത്ത് മനോഹറിന്റെ നിഷയുടെ കൈ പിടിച്ചു കൊടുക്കുമായിരുന്നു നിഷയുടെ അച്ഛൻ ശിവദാസ മേനോന്. അപ്പൊ നിഷ മനോഹരൻ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ പിന്നീട് കഥമണത്തിന് ചുറ്റും വലമൊക്കെ വെക്കുവാണ്. അങ്ങനെ ചടങ്ങുകളൊക്കെ അവസാനിച്ചു. ചടങ്ങുകളിൽ അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേന് രാഹുൽ പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, അല്ല അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം. ആര്? സരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണേ. ഇത് കേട്ടത് മനോഹർ ഒന്ന് കിട്ടി. എന്നിട്ടോ കുഴപ്പമൊന്നുമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയും. കാരണം കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ സരിയോ വിളിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ ഫോണിലേക്ക്. സരിയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അച്ഛാ മനുവേട്ടൻ എന്തിയെന്ന് ചോദിക്കുക. മനോഹർ ഇവിടെ ഉണ്ട്, ഇച്ചിരി തിരക്കിലാന്ന് പറയും. എന്ത് തിരക്ക്? ഞാൻ കുറെ സമയമായിട്ട് വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. അല്ല അവനൊരു ഫംഗ്ഷനിലാന്ന് പറയും. ഫംഗ്ഷനില്ല? എന്ത് ഫംഗ്ഷനില്ല? അല്ല മോളെ, ഇന്ന് അവന്റെ കല്യാണമെന്ന് പറയാം. കല്യാണോ? അച്ഛൻ എന്ത് ഭ്രാന്ത് വർത്താനൊക്കെ പറയണേ. അല്ല മോളെ, അവന്റെ കല്യാണമല്ല, അവന്റെ ഫ്രണ്ടിന്റെ കല്യാണം. ഞാൻ ഓർത്തത് എന്ത് പറ്റിയെന്ന്. അച്ഛൻ ഇതുപോലെ പൊട്ടത്തരമൊക്കെ പറയാതെ ഒരു കാര്യം ചെയ്യ, മനുവേട്ടനോട് ഇന്ന് പറയണം. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നതല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു, അതൊന്നോർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ, ഞാൻ അവനെ കൊണ്ട് പറഞ്ഞു വിളിപ്പിച്ചോളാം. അവനിച്ചിരി തിരക്കാന്ന് പറയാ. എന്ത് തിരക്ക്? ഞാൻ പറഞ്ഞല്ലോ, ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ സമയത്ത് മീറ്റിങ്ങിന് പോണം. ഇപ്പൊ മീറ്റിംഗ് തീർന്നിട്ട് പോലില്ല, അതിന്റെ ഇടയ്ക്കിലേന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. എന്നാലും മനുവേട്ടൻ വൈകുന്നേരം വരത്തില്ലേന്ന് നിൽക്കും. അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല, അവൻ 1-2 ദിവസം തന്നെ ഇപ്പൊ ഭയങ്കര തിരക്കിലായിരിക്കും എന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ രാഹുൽ ഇങ്ങനെ ഓർക്കുവാണ്. രാഹുൽ തന്റെ മോള് രക്ഷപ്പെട്ടു ഇന്നത്തോടും കൂടിയിട്ട്. പക്ഷെ ശിവദാസ മേനോന്റെ മോളുടെ കഴുത്തില് കുരുക്ക് വീണിരിക്കുക. അങ്ങനെ താൻ ഇനിയിപ്പം ശുക്രദശ ഉദിച്ചിരിക്കുക എന്നൊരു ചിന്തയൊക്കെ രാഹുലിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നിഷയുടെ മനോഹറിന്റെ. മനോഹറിന്റെ മനസ്സിൽ പറയും, ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ കൂടിപ്പോയി 1 വർഷം, 1 വർഷത്തോളം മാത്രമല്ല തങ്ങൾ ജീവിക്കാൻ പോകുന്നുള്ളൂ ഒന്നിച്ച്. അതിന് ഇത്രമാത്രം ഫോട്ടോയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പിന്നീട് ശിവദാസമേനോനും എല്ലാവരും കൂടെ വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. ഈ സമയത്ത് രാഹുലും കൂടെ വന്നു. രാഹുൽ ഇതൊക്കെ കണ്ടിട്ട് നിൽക്കണം, എടുക്കട നല്ല ഫോട്ടോയൊക്കെ എടുക്കുക, നമുക്ക് പിന്നീട് അത് ചില്ലിട്ട് നമുക്ക് ഭിത്തി സൂക്ഷിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് അല്ലേ എടുക്കുന്നത്. എല്ലാവരും നിര നിന്ന് അങ്ങോട്ട് നല്ല ചിരിച്ചുകൊണ്ട് എടുക്കാൻ പറയാണ് മനസ്സിൽ. ഈ സമയം ശിവദാസമേനോൻ ചോദിച്ചു, എന്താ രാഹുലെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്, എന്താ? വാ ഫോട്ടോ എടുക്കാൻ വരാൻ പറയണേ. കുഴപ്പമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീയും കൂടെ വന്ന് എടുക്കാൻ പറയണേ. അങ്ങനെ രാഹുൽ നേരെ മനോഹറിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. മനോഹറിനോട് മുട്ടി ചേർന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. മനോഹറിന് അങ്ങനെ സന്തോഷമായി. പിന്നീട് കാണിക്കുന്ന അവര് മനോഹറിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ സമയം വല്ലാത്ത സങ്കടമായിരുന്നു നിഷയ്ക്ക്. നിഷയുടെ സങ്കടം എല്ലാം കണ്ടിപ്പോ രാഹുൽ പറഞ്ഞു, സങ്കടപ്പെടുന്ന എന്തിനാ? ഇത് കേട്ടപ്പോ നിഷയുടെ അമ്മ, ശരിയാ, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല മോളെ, മോൾക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാലോ, പിന്നെ എന്താ കുഴപ്പം, ഇനി വിഷമിക്കേണ്ട കാര്യമില്ല, ദൂരേക്കൊന്നും അല്ല പോണേന്ന് പറയാം. രാഹുലിന് ശരിയാ, അത് ശരി തന്നെയാ, വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇനിയിപ്പം മോളെ ഇനിയിപ്പം കണ്ടോ, ഇവനുണ്ടല്ലോ സ്നേഹം കൊണ്ട് പൊതിയും, മോളെ ഇനി കൊല്ലൂന്ന് പറയാണ്. കൊല്ലൂന്നോ? അതെന്താ ഒന്നും മനസ്സിലായി. പെട്ടെന്ന് ശിവദാസമനെ ചോദിച്ചു, അല്ല കൊല്ലൂന്നോ? നീ എന്താ രാഹുലെ പറയണെന്ന് നിൽക്കുക? അല്ല സ്നേഹിച്ചു കൊല്ലൂന്ന്, അതേ ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ, കാരണം അത്രയ്ക്ക് സ്നേഹമല്ലേ ഇവന്. ഇവന്റെ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാ ഇവൻ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളേ. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ ഇങ്ങോട്ട് നേരിട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ കുറെ കള്ളങ്ങളൊക്കെ ഇങ്ങോട്ട് തട്ടി വിടുകയാണ്. ഇത് കേട്ടതും ശിവദാസമേനോന് സന്തോഷമായി. തന്റെ മോൾക്ക് കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും നല്ല ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. ഈ സമയം സല്ല് പറഞ്ഞു, ഇനിയിപ്പം ഇവർ രണ്ടുപേരും ഇനിയിപ്പോൾ ഹണിമൂണുമായിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ഓരോ യാത്രകളിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിഷയ്ക്ക് ഇനിയിപ്പോൾ വിഷമിക്കേണ്ട കാര്യമേ വരത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പം നിഷയ്ക്ക് ഇങ്ങോട്ട് വരാനായിരിക്കും മടി. മനോഹറിലെ രോഹന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ
കാരണം അവൻ അത്രമാത്രം സ്നേഹമല്ലേ, അത്രമാത്രം സ്നേഹിച്ച് അവൻ നടക്കുള്ളൂ. എനിക്കത് അറിയാവുന്ന കാര്യം. ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണെന്ന് പറയാം. ഇങ്ങനെ സനല് പറഞ്ഞപ്പോൾ ശിവദാസമനെയും വിലാസിനെയും ഒക്കെ ഭയങ്കര എന്തോ ആന്നുള്ള മട്ടി നിൽക്കുകയാണ്. ഈ സമയം രാഹുലും മനസ്സിൽ പ്രതീക്ഷ, എന്റെ ദൈവമേ, ആലോചിച്ചിട്ട് തന്നെ അറപ്പ് തോന്നുന്നു. ഇവനെ പോലെ ഒരു കല്യാണവീരൻ, അങ്ങനെ അവന്റെ പിടിയിലാണല്ലോ എന്റെ ശിവദാസമേന നിന്റെ മോള് ചെന്ന് പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാഹുലിനോട് പെട്ടെന്ന് വിലാസിനെ ചോദിച്ചു, അല്ല എന്ത് പറ്റി രാഹുലിന്റെ ആലോചന എന്താ നീക്ക്? ഒന്നും ഇല്ലെന്ന് പറയണ. പിന്നീട് എന്നാ ശരി ഞങ്ങളും കൂടെ ഇറങ്ങട്ടെ എന്ന് പറയാം. അങ്ങനെ പോകുന്നേരം നിഷ അച്ഛനും അമ്മേനെയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അത്ര വലിയ സങ്കടമൊന്നും ഇല്ലായിരുന്നു. രാഹുൽ പറഞ്ഞു, എന്നാ സമയമായി, ഇനിയിപ്പോൾ ഇറങ്ങിക്കോ, ഇനിയിപ്പോൾ അധികം സമയം താമസിക്കണ്ടെന്ന് പറയണം. അങ്ങനെ അവരെ ഇറക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അവർ നേരെ വീട്ടിലേക്ക് വരുവാണ്. അപ്പം മനോഹറും നിഷയും മാത്രമേ ഉള്ളൂ വരുന്നത്. അപ്പം രണ്ടുപേരും കൂടെ വന്ന സമയത്ത് 2-3 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ വാടകയ്ക്ക് എടുത്ത വീടാണ്. ആ വീട്ടിലേക്കാണ് നിഷേനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പം അതിലൊരു സ്ത്രീ നിലവിളക്കൊക്കെ തെളിച്ചോണ്ട് അങ്ങോട്ട് ഗല്ലിയാണ്. നിഷയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മോളെ പിടിച്ച് വലതുകാലം വെച്ച് കയറാൻ പറയാണ്. അപ്പം മനോഹർ മനസ്സിൽ പറഞ്ഞു, അതെ അതെ വലതുകാലം വെച്ച് കയറിക്കോ, എന്നല്ലേ ഇടതുകാലം വെച്ച് ഇറങ്ങാൻ പറ്റുള്ളൂ. കൂടിപ്പോയ 1 വർഷം, 1 വർഷത്തിനുള്ളിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും മോളെ. ഈ മനോഹറിനെ നിനക്ക് ശരിക്കും അറിയത്തില്ലെന്ന് മനോഹർ മനസ്സിൽ പറയണം. പിന്നീട് മനോഹർ അവരെ പരിചയപ്പെടുത്തണേ, ഇതെന്റെ ബന്ധത്തിലുള്ള മാമിമാരെ കേട്ടോ എന്ന് പറയാ. ഞാൻ കുറച്ച് പേരുടെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇവര് വന്നേന്ന് പറയാ. നിഷ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണം. പിന്നീട് നേരെ നിഷ പോകുന്ന പൂജാമുറിയിലേക്കാണ്. പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി ആ തിരിയൊക്കെ വെച്ചതിന് ശേഷം കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുക. കൂടെ മനോഹർ മനസ്സിൽ പ്രാർത്ഥിച്ചു, എന്റെ ഭഗവാനെ പെട്ടെന്നൊന്നും തന്റെ കള്ളത്തരം ആരും പിടിക്കപ്പെടില്ലേ. 1 വർഷക്കാലം ഉള്ളിടത്ത് ജീവിച്ച് ഇവളുടെ അടുത്തുനിന്ന് കിട്ടാവുന്നത്ര സ്വർണം പണമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് മുങ്ങാനായിട്ട്. അതിനുള്ള വഴി നീയായിട്ട് ഒരുക്കി തരണേ ഭഗവാനെന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനോഹർ പറഞ്ഞു, അത് മോളൊരു കാര്യം ചെയ്യുക, ഈ ഡ്രസ്സൊക്കെ മാറ്റാൻ പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന കല്യാണിയുടെ അടുത്തേക്ക് കിരൺ വരുവാണ്. അപ്പൊ കല്യാണി വന്ന് ഓരോ കാര്യങ്ങൾ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണിന്റെ വരവ്. കിരണിനെ കണ്ട് കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് കിരൺ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയിട്ട്? അടിപൊളി കല്യാണമായിരുന്നു എന്ന് ചോദിക്കും. നല്ല കല്യാണമായിരുന്നു കിരണേട്ടാ, പക്ഷെ അധികം ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല അവരുടെ മാമനാരോ മരിച്ചു പോയെന്ന്, ആ പയ്യന്റെ, അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു പറയാം. അത് ശരിയാ, ഇനിയിപ്പോൾ ആർഭാടമായിട്ട് ഇനിയിപ്പോൾ കല്യാണം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ചെറുക്കനും പെണ്ണും തമ്മിൽ സ്നേഹത്തിൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ ആ ബന്ധം പിരിഞ്ഞു പോകും. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് അങ്ങനെയല്ലേ എന്ന് കല്യാണ്ട് പറയണം. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ പയ്യന്റെ മുഖം അങ്ങോട്ട് കാണാൻ പറ്റിയില്ലെന്ന് പറയണം. അതാ മുഖം കാണാൻ പറ്റാത്ത, എന്തോ വടക്കേന്ത്യ സ്റ്റൈൽ എങ്ങോട്ടായിരുന്നു മുഖം മറിച്ച പയ്യൻ വന്നത്, അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റില്ലെന്ന് പറയാം. അതൊന്നും ഓർത്ത് ഇനിയിപ്പം വിഷമിക്കണ്ട. മേഘനയ്ക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കാം. അതെ മേഘനയ്ക്ക് സന്തോഷമായി, അവൾ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ലായിരുന്നല്ലോ, അത് മതി നമുക്കെന്ന് പറയണം. അല്ല കിരണായിട്ട് പോയ കാര്യങ്ങൾ എന്തായി, എല്ലാം സെറ്റായെന്ന് ചോദിക്കണം. അതെ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കിരണിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. കിരണിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ കല്യാണിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന്. എന്താ കിരണേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിൽക്കും? അല്ല അത് പിന്നെ ഞാൻ എന്താണെന്ന് തുറന്നു പറയാം. അത് പോയ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, പക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ 3-4 കൊട്ടേഷൻ വന്നിട്ടുണ്ടല്ലോ, അതെല്ലാം കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണമെന്ന് പറയാം. അതിനിപ്പം ഞാൻ ഇവിടെ ഇല്ലാതെ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടത് കല്യാണി ചോദിച്ചു, അല്ല കിരണേട്ടൻ അപ്പം എൻ്റെ ഡൽഹിക്ക് വരത്തില്ലെന്ന് ചോദിക്കും. എനിക്ക് വരാൻ പറ്റില്ല കല്യാണി, ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഇട്ടുകൊണ്ട് പോകേണ്ട ഡ്രസ്സ് ഒക്കെ അത് 2-3 നമുക്ക് ഇന്ന് തന്നെ സെലക്ട് ചെയ്യാം, അതുകൊണ്ട് നിന്നെ തന്നെ ഞാനൊരു ഫ്ലൈറ്റിന് കയറ്റിവിടാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ കല്യാണം മുഖം കൂടെ മാറി. അതെങ്ങനെ കിരണേട്ട ശരിയാന്നേ, ഞാൻ തന്നെ പോയാൽ എങ്ങനെ ശരിയാവുന്നേ? അതൊന്നും കുഴപ്പമില്ല, അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്ന കഴിയുന്ന സമയത്ത് നിന്നെ സ്വീകരിക്കാനായിട്ട് അവിടെ ആളെത്തും, അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയും വേണ്ടെന്ന് പറയാം. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ കിരണേട്ട ഇല്ലാത്തതുകൊണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, ഇപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും, അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നീ തന്നെ പോകുമ്പോളെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, അവിടെ പെയിന്റിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് മേടിക്കാനുള്ള, അതുകൊണ്ട് ഇനി എന്തുകൊണ്ട് നിനക്ക് രാജയോഗമല്ലേ വരാൻ പോണേന്ന് പറഞ്ഞിട്ട് കിരൺ കല്യാണിയെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.